ഗായ്സ് ഞങ്ങൾ കുടമാറ്റം കാണാൻ പോവുകയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഉണ്ട് ഉണ്ട്, നടന്നോ? എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കുടമാറ്റം കാണാൻ വേണ്ടിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോയത്. എല്ലാവരും കൂടി തിരക്കി ഒരു ഓട്ടോയിൽ കയറി. ഇവനിരിക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഇവനെ മുമ്പിൽ പിടിച്ചിരുത്തി. അങ്ങനെ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞങ്ങൾ തൃശ്ശൂർക്കാരായിട്ട് ആദ്യമായിട്ടാണ് കുടമാറ്റം കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ വേഗം തന്നെ ശക്തൻ സ്റ്റാൻഡിൽ എത്തിയിട്ടു. 100 രൂപയായുള്ള ഓട്ടോയ്ക്ക്, കാരണം അത്രയ്ക്ക് അടുത്താണ്. അത് കഴിഞ്ഞ് ശക്തനിൽ ഇറക്കി വിട്ടിട്ട് അവിടെ നിന്ന് നടന്നോളാൻ പറഞ്ഞു. പോണ വഴിക്ക് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. വെള്ളം കണ്ടപ്പോൾ പിള്ളേർക്ക് ഫ്രീ അല്ലേ, എന്ത് വെള്ളമായാലും കുടിക്കുക വെച്ചിട്ട് പച്ചവെള്ളം കുടിച്ച് അങ്ങനെ നടന്നു. കുടമാറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും. എല്ലാവരും നടന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വണ്ടികളൊന്നും കിടത്തുണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര തിരക്കാണ്. നിങ്ങൾക്ക് അറിയാലോ തൃശ്ശൂർ പൂരത്തിൻ്റെ അവസ്ഥ. അങ്ങനെ ഞങ്ങളും എല്ലാവരും പിന്നാലെ അങ്ങനെ നടന്ന് അങ്ങോട്ട് പോയി. ആരുടെയോ പറന്നു പോകുന്ന സാധനം. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ പിന്നെ പിള്ളേരൊക്കെ അവിടുത്തെ കമ്പിമ്മ ചാരി നിർത്തി. ഇവരും കൊണ്ട് തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കാരണം സേഫായിട്ട് എല്ലാത്തിനും കമ്പിയുടെ മുകളിൽ കയറ്റിയിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരെ സ്ഥിരം ഡയലോഗ് തുടങ്ങി, വിശക്കുന്നു ദാഹിക്കുന്നു. അപ്പോൾ അതിൽ കൂടെ ഒരു കപ്പലണ്ടിക്കാരൻ പോകണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കപ്പലണ്ടി കൊടുത്ത് വായടപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ എന്ത് കുടമാറ്റം, ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും കിട്ടിയാൽ മതി, കുടമാറ്റം പൂരമൊക്കെ അവിടെ നടന്നോട്ടെ എന്നുള്ള മൈൻഡിലാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ വളരെ അകലായ കാരണം വീഡിയോ ഒന്നും അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയില്ല. വീട് എടുക്കാണ്ടില്ല, വീട്ടിൽ വീട് എവിടെയാ? ഒരു റൗണ്ട് കപ്പലണ്ടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഐസ്ക്രീം വേണമെന്നായി. അങ്ങനെ ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തു. പിള്ളേർക്ക് പിന്നെ ഹാപ്പിയായി. പിന്നെ പൂരം കാണണ്ട, കുടമാറ്റം കാണണ്ട, എല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ പോകണമെന്നായി. ഒരു 7 മണി കഴിഞ്ഞാലാണ് കുടമാറ്റത്തിൻ്റെ ഭംഗി ശരിക്കും അറിയുക. കാരണം അപ്പോഴാണ് ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള കുടകൾ മാറി മാറി വരിക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഒരു 8 മണി വരെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും ബലൂണുകളൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് അത് വേണമെന്നായി. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക വെച്ചിട്ട് പോയപ്പോൾ അവിടെ അപ്പാപ്പന്മാരൊക്കെ ഒന്ന് ഡാൻസ് കളിക്കുക പാട്ടിൻ്റെ കൂടെ. പൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരേ വൈബാണ്. ഞങ്ങൾ അപ്പാപ്പന്മാരുടെ ഡാൻസ് കണ്ട് അവിടെ വായം പൊളിച്ചിരുന്നപ്പോൾ ഞങ്ങളെ കാണാണ്ട് അവിടെ അന്വേഷിച്ച് നടക്കായിരുന്നു. ലാസ്റ്റ് ഞങ്ങളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവസാനം ഞങ്ങൾ ബൊമ്മകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി. എല്ലാവർക്കും ചറപറ വായി തോന്നിയ സാധനങ്ങൾ. ആർക്കും അങ്ങോട്ട് തൃപ്തിയായൊന്നുമില്ല, എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് അവിടെ ഉള്ളതല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. ഈ മുതുക്കനായ കുഞ്ഞുട്ടന് ദിനോസർ വേണമെന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ ബലൂണിൻ്റെ ദിനോസർ വാങ്ങി. അത് മുകളിലേക്ക് വിടണം എന്നൊക്കെയാണ് പറയുണ്ടായത്. ലാസ്റ്റ് ചേച്ചി ചീത്ത പറഞ്ഞ കാരണം മുകളിലേക്കൊന്നും വിടാണ്ട് അവനതും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തന്നെ പോയി. ഞാൻ പിന്നെ എൻ്റെ അനിയത്തിയുടെ കുട്ടിക്ക് ഒരു ജിറാഫും ഒരു ബൊമ്മയും മേടിച്ചു. ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് നടന്ന സാധനമാണ്. ഇത് 100 രൂപയ്ക്ക് കണ്ടപ്പോൾ ഞാനതൊന്ന് മേടിച്ചു. അങ്ങനെ ഞങ്ങളുടെ പൂരം കഴിഞ്ഞു ഗായ്സ്.